സഭാചരിത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന സ്ഥലമാണ് ഉദയൻപേരൂർ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഉദയൻപേരൂർ പള്ളിയിലാണ്. മലങ്കരയിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ പൂർവ്വചരിത്രത്തിൽ ഈ സ്ഥലത്തിനും ഇവിടുത്തെ പഴയ പള്ളിക്കും അതിപ്രധാനമായ സ്ഥാനമാണ് ഉള്ളത്. ഒരു കാലത്ത് മാർത്തോമാ നസ്രാണികളുടെ ഒരു സുപ്രധാന കേന്ദ്രമായി ഇവിടം പരിലസിച്ചിരുന്നു. കേരള ക്രൈസ്തവർ അഭിമാനത്തോടെ പറയുന്ന വില്ലാർവട്ടം ക്രൈസ്തവ രാജാക്കന്മാരുടെ ആസ്ഥാന പട്ടണമെന്നുള്ള നിലയിൽ പുരാതന കാലത്ത് ഉദയൻപേരൂരിന് ഒരു പ്രധാന സ്ഥാനമാണ് ഉള്ളത്. അന്നത്തെ കാലത്ത് ഈ ദേവാലയം രാജകീയ ദേവാലയമായിരുന്നു. AD 510 ഇവിടെയുള്ള പഴയ പള്ളി നസ്രാണി രാജാവിനാൽ സ്ഥാപിതമായി എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. നസ്രാണി രാജാവ് ഈ പള്ളി പണികഴിപ്പിക്കുക മാത്രമല്ല, പള്ളിക്ക് ധാരാളം വസ്തുക്കൾ പ്രദാനം ചെയ്യുകയും ചെയ്തു. പുതിയകാവ് ഇന്നുള്ള ദേവാലയം 1809 ഈ പള്ളിയിൽ നിന്നും പിരിഞ്ഞ് പോയവർ സ്ഥാപിച്ചതാണ്. 9-ാം ശതാബ്ദത്തിൽ ആഭ്യന്തര കലഹ നിമിത്തം കൊടുങ്ങല്ലൂർ പട്ടണം നശിപ്പിക്കപ്പെടുകയാൽ അവിടെ താമസിച്ചിരുന്ന പേർഷ്യൻ മെത്രാനായിരുന്ന മാർ സാബോർ മെത്രാപ്പൊലീത്തായും അദ്ദേഹത്തിൻ്റെ ഉപമെത്രാനായ മാർ പ്രോത്തും ഇവിടെ വന്ന് താമസിച്ചു എന്ന് ചരിത്രരേഖകളിൽ കാണുവാൻ സാധിക്കും. നസ്രാണികൾ ഇരുവരെയും ഒരു വിശുദ്ധരായാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ കന്തീശങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 11-ാം നൂറ്റാണ്ടിനു മുമ്പ് വരെ ഈ പള്ളി മർത്തമറിയത്തിൻ്റെ നാമത്തിലായിരുന്നു. പിന്നീട് ഈ ദേവാലയം കന്തീശങ്ങളുടെ നാമത്തിൽ അറിയപ്പെടുവാൻ തുടങ്ങി. വില്ലാർവട്ടം രാജവംശത്തിലെ അവസാന രാജാവായ തോമായും ഈ പള്ളിയിലാണ് കബറടങ്ങിയിരിക്കുന്നത്. 1599 ഗോവയിലെ മെത്രാപ്പൊലീത്ത അലക്സിസ് ഡി മെനേസിസ് മാർത്തോമാ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ച് ഇവിടെ വിളിച്ചുകൂട്ടിയ സുനഹദോസ് കേരള സഭാ ചരിത്രത്തിൽ വഴിത്തിരിവായ സംഭവമാണ്. പലരും ചരിത്രം പറയുമ്പോൾ 1599 ഇവിടെ വെച്ച് കൂടിയ ഉദയൻപേരൂർ സുനഹദോസ് വഴി ഇവിടുത്തെ മാർത്തോമാ ക്രിസ്ത്യാനികളെ റോമിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് കത്തോലിക്കരാക്കുവാൻ ഉള്ള ശ്രമം നടന്നു എന്ന് പറയുന്നത് കേൾക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നസ്രാണികൾ 1599 മുമ്പ് തന്നെ റോമിൻ്റെ കീഴിൽ അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ കീഴിലായിരുന്നു. പക്ഷേ അത് ബാബിലോണിലെ കത്തോലിക്ക പാത്രിയാർക്കീസ് വഴിയായിരുന്നു എന്നതാണ് ചരിത്ര സത്യം. ഉദയൻപേരൂർ സുനഹദോസിനു മുമ്പ് നസ്രാണികളെ ഭരിച്ചിരുന്നത് അങ്കമാലി കേന്ദ്രമായി ഭരണം നടത്തിയിരുന്ന മാർ അബ്രാഹം എന്ന കൽദായ കത്തോലിക്ക മെത്രാനായിരുന്നു. മാർ അബ്രാഹം ബാബിലോൺ പാത്രിയാർക്കീസ് മാർ അബിദീഷോയാൽ അയക്കപ്പെട്ട മെത്രാനായിരുന്നു. മാർ അബിദീഷോ മാർപ്പാപ്പായുടെ കൂട്ടായ്മയുള്ള കത്തോലിക്കനായ പാത്രിയാർക്കീസ് ആയിരുന്നു എന്നത് ചരിത്രരേഖകൾ എടുത്ത് പരിശോധിച്ചാൽ വ്യക്തമാണ്. മെനേസിസ് മെത്രാൻ ബാബിലോൺ പാത്രിയാർക്കീസ് പാഷണ്ടിയാണെന്നും അദ്ദേഹം മാർപ്പാപ്പായോട് വിധേയത്വമില്ലാത്ത വ്യക്തിയാണെന്നും പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായത്. മെനേസിസ് മെത്രാൻ ബാബിലോൺ പാത്രിയാർക്കീസ് പാഷണ്ടിയാണെന്നും അദ്ദേഹം മാർപ്പാപ്പായോട് വിധേയത്വമില്ലാത്ത വ്യക്തിയാണെന്നും പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ചരിത്രരേഖകൾ പരിശോധിച്ചാൽ അന്നത്തെ പാത്രിയാർക്കീസ് ഷിമോൻ ദനഹ റോമിനോട് കൂട്ടായ്മയുള്ള പാത്രിയാർക്കീസ് ആയിരുന്നു എന്ന് വ്യക്തമാണ്. കൽദായ കത്തോലിക്ക മെത്രാനായിരുന്ന മാർ അബ്രാഹത്തിൻ്റെ കാലശേഷമാണ് മെനേസിസ് മെത്രാൻ ഇവിടെ എത്തുന്നത്. കൊടുങ്ങല്ലൂരിൽ താമസിച്ചുകൊണ്ടാണ് മെനേസിസ് മെത്രാൻ സുന്നഹദോസ് ഡിഗ്രികൾ തയ്യാറാക്കിയത്. 2 ഗുമസ്തന്മാരുടെ മാത്രം സഹായത്തോടുകൂടി മെനേസിസ് മെത്രാൻ ഡിഗ്രികൾ തയ്യാറാക്കിയതായി ജൊർണാദോ എഴുതിയ ഗുവായ പറയുന്നു. പോർച്ചുഗീസ് ഭാഷയിലായിരുന്നു അദ്ദേഹം ഡിഗ്രികൾ തയ്യാറാക്കിയത്. അവ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് കൊച്ചി രൂപതയിൽ ജോലി ചെയ്തിരുന്ന കേരളീയ വൈദികരായിരുന്നു. 1599 മെയ് 14
മെനീസിസ് മെത്രാൻ സുന്നഹദോസിൽ പങ്കെടുക്കാൻ കൽപ്പിച്ചുകൊണ്ട് ചേന്ദമംഗലത്ത് നിന്ന് ഒരു കൽപ്പന മലങ്കരയിലെ എല്ലാ പള്ളികളിലേക്കും അയച്ചു. ആ കൽപ്പനയിൽ മെനീസിസ് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: മേൽപ്പറഞ്ഞ രൂപതയിലെ എല്ലാ നിവാസികളെയും ക്രിസ്ത്യാനികളെയും അറിയിക്കുന്നതെന്തെന്നാൽ എല്ലാ ജീവിതാവസ്ഥയിലുമുള്ള വൈദിക സ്ഥാനികളെയും അൽമായരെയും ഈ വർഷം, അതായത് 1599 ജൂൺ 20 ഉയർപ്പിന് ശേഷം 4-ാം ഞായറാഴ്ച മേൽപ്പറഞ്ഞ ഉദിയൻപേരൂർ നഗരത്തിലേക്ക് ഒരു രൂപതാ സിനഡിനായി നാം വിളിച്ചുകൂട്ടുന്നു. പ്രായാധിക്യത്താലോ മറ്റെന്തെങ്കിലും ന്യായമായ കാരണത്താലോ വരാൻ സാധിക്കാത്തവരൊഴിച്ച് ഈ രൂപതയിലെ വന്ദ്യരായ ആർച്ച് ഡീക്കനും മറ്റെല്ലാ വൈദികരും വിശുദ്ധ കാനൂനുകൾ അനുസരിച്ച് നമ്മോടുകൂടെ രൂപതാ സിനഡ് കൂടുവാനായി മേൽപ്പറഞ്ഞ ഉദിയൻപേരൂർ നഗരത്തിൽ സന്നിധരാകണമെന്ന് ദിവ്യമായ അനുസരണത്തിൻ്റെ അവകാശത്തോടും ലംഘനത്തിൽ മഹ്റോൻ ശിക്ഷ വിധിച്ചുകൊണ്ടും നാം ആജ്ഞാപിക്കുന്നു. ഈ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്, മെനേസിസ് മെത്രാന് അറിയാമായിരുന്നു മാർത്തോമാ ക്രിസ്ത്യാനികൾ ശുദ്ധമാന കത്തോലിക്ക അക്ലേശയുടെ ഐക്യത്തിൽ ഉള്ളവർ തന്നെയായിരുന്നു എന്ന്. കാരണം കത്തോലിക്കർ അല്ലാത്തവരോട് മഹ്റോൻ അഥവാ സഭയിൽ നിന്ന് പുറത്താക്കൽ നടത്തുമെന്ന് പറയില്ലല്ലോ. പോർച്ചുഗീസ് പട്ടാളത്തിന് എളുപ്പത്തിൽ എത്തിച്ചേരുവാൻ കഴിയുന്ന ഒരു സ്ഥലം എന്ന രീതിയിലാണ് ഉദിയൻപേരൂരിൽ വെച്ച് സുന്നഹദോസ് കൂടുവാൻ മെനേസിസ് മെത്രാൻ തീരുമാനിച്ചത്. സുന്നഹദോസ് തുടങ്ങുന്നതിന് ഏതാനും ദിവസം മുമ്പ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു. ധാരാളം പണം അദ്ദേഹം ഇവിടെ പിന്തുണക്കാരെ വർദ്ധിപ്പിക്കുവാനായി ചെലവഴിച്ചതായി ഗുവായ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1599 ജൂൺ 20 സുന്നഹദോസ് ആരംഭിച്ചു. കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസ് ക്യാപ്റ്റനടക്കം നിരവധി പോർച്ചുഗീസ് പ്രമുഖരും വൈദികരും ഗായക സംഘവും ഇവിടെ എത്തിച്ചേർന്നു. 813 പ്രതിനിധികൾ ഇതിൽ പങ്കെടുത്തു. ഇതിൽ 133 പേർ കത്തനാറന്മാരും 20 പേർ ഡീക്കന്മാരും 660 പേർ വിവിധ ഇടവകയെ പ്രതിദാനം ചെയ്തിരുന്ന അൽമായരുമായിരുന്നു. 500 കട്ടിലുകളും കിടക്കുകളും തലവണകളും വൈപ്പൻകോട്ട സെമിനാരിയിൽ നിന്നും കൊണ്ടുവന്നു. ഇടവകയിൽ നിന്നുള്ള പ്രതിനിധികളുടെ വസ്ത്രധാരണം വളരെ ലളിതമായിരുന്നു. ഒരു ഒറ്റമുണ്ട് മാത്രം. എല്ലാവർക്കും കുടുമയുണ്ടായിരുന്നു. മറ്റുള്ളവരിൽ നിന്ന് ഇവരെ തിരിച്ചറിയുന്നതിന് കുടുമയുടെ അറ്റത്ത് ചെറിയ സ്വർണ്ണക്കുരിശുണ്ടായിരുന്നു. മഴക്കാലമായിരുന്നതുകൊണ്ട് ഓലക്കുടയും തൊപ്പിക്കുടയും എല്ലാവരും കരുതിയിരുന്നു. ആദ്യ ദിവസം വെളുപ്പിന് 4 മണിക്ക് മണിനാദം മുഴങ്ങിയപ്പോൾ എല്ലാവരും എഴുന്നേറ്റു. പുഴക്കടവിലേക്കുള്ള വഴിയിൽ പന്തങ്ങൾ എരിഞ്ഞു നിന്നിരുന്നു. പലരും പുഴയിലേക്കിറങ്ങി മുങ്ങിക്കുളിച്ചു. 6 മണിക്കുള്ള കുർബാനയിൽ പകുതിയിലധികം പേർ പള്ളിക്കകത്തും ബാക്കിയുള്ളവർ പന്തലിലും മുട്ടുകുത്തി. മെനീസിസ് മെത്രാപ്പോലീത്ത ചില നടപടിക്രമങ്ങൾ പ്രഖ്യാപിച്ചു. സുന്നഹദോസ് അവസാനിക്കുന്നതുവരെ ആരും സംഘം ചേർന്ന് ചർച്ചകൾ നടത്തരുതെന്നും സ്ഥലം വിട്ടു പോകരുതെന്നും കൽപ്പനയുണ്ടായി. അങ്ങനെ ചെയ്യുന്നവർ മഹ്റോൻ ശിക്ഷയ്ക്ക് വിധേയരാകുമെന്നും കൽപ്പിച്ചു. പള്ളുരുത്തിപ്പള്ളിയിലെ യാക്കോബ് കത്തനാറായിരുന്നു ദ്വിഭാഷിയായി ഉണ്ടായിരുന്നത്. സുന്നഹദോസ് വിളിച്ചു ചേർക്കാൻ മെനേസിസ് മെത്രാന് അധികാരം ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിന് അങ്ങനെയൊരു അധികാരം ഇല്ലായിരുന്നുവെന്നും ചരിത്രകാരന്മാരുടെ ഇടയിൽ തർക്കങ്ങളുണ്ട്. ഈ സുന്നഹദോസ് മൂലം കേരള സഭയിലുണ്ടായ പ്രധാന മാറ്റങ്ങൾ ഇവയാണ്. ഈ സുന്നഹദോസ് മൂലമാണ് മാർത്തോമാ നസ്രാണികൾക്ക് പരിശുദ്ധ റോമാ മാർപ്പാപ്പായോട് നേരിട്ടുള്ള ബന്ധമുണ്ടായത്. അതുവരെ കൽദായ പാത്രിയർക്കീസ് വഴിയായിരുന്നു മാർപ്പാപ്പയുമായുള്ള ബന്ധം. നസ്രാണികൾ പുളിപ്പുള്ള അപ്പമായിരുന്നു വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ സുന്നഹദോസ് ലത്തീൻ രീതി പോലെ പുളിപ്പില്ലാത്ത അപ്പം ഇവിടെ നടപ്പാക്കി. നസ്രാണി കത്തനാരന്മാർ പൗരസ്ത്യ രീതി അനുസരിച്ച് വിവാഹിതർ ആകുമായിരുന്നു. ഇന്ന് പല പൗരസ്ത്യ കത്തോലിക്ക സഭയിലും വിവാഹിതരായ പട്ടക്കാർ ഉള്ളതുപോലെ. എന്നാൽ ഈ സുന്നഹദോസ് വൈദിക ബ്രഹ്മചര്യം എന്ന ലത്തീൻ പാരമ്പര്യം ഇവിടെ നടപ്പാക്കി.
നോമ്പുകൾ ആചരിക്കുന്ന രീതികൾ ലത്തീൻ രീതിയിലാക്കി. വിശ്വാസ പ്രമാണത്തിൽ ലത്തീൻ രീതി പോലെ ഫിലിയോക്യ, അതായത് പുത്രനിൽ നിന്നും എന്ന് ചേർത്തു. വൈദിക പരിശീലനം മൽപ്പാൻ സമ്പ്രദായത്തിന് പകരം സെമിനാരി സമ്പ്രദായത്തിലേക്ക് മാറ്റി. അതായി മാറിയ അനാഫോറകളിൽ പലതും വെട്ടിത്തിരുത്തി. മാർ തിയോദോറിൻ്റെയും നെസ്തോറിയസിൻ്റെയും അനാഫോറ നിർത്തലാക്കി. തുടങ്ങി നിരവധി അടിച്ചേൽപ്പിക്കലുകളാണ് ഈ സുനാദോസ് വഴി കേരള സഭയിൽ ഉണ്ടായത്. 1599 ജൂൺ 26 സിൻഹദോസ് സമാപിച്ചു. ഇവിടെ ഒരു മ്യൂസിയമുണ്ട്. ആ മ്യൂസിയത്തിൽ ധാരാളം പഴയ വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഉദയൻപേരൂർ സിൻഹദോസ് കാലത്തെ കൽദായ സുറിയാനി ക്രമത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. മെനേസിസ് മെത്രാപ്പോലീത്ത ഇവിടെ വെച്ച് ഉപയോഗിച്ച പഴയ മണിക്കാസയും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. കൂടാതെ മെനേസിസ് മെത്രാപ്പോലീത്ത ഉദയംപേരൂരിന് സമ്മാനിച്ച അരുളിക്കയും ഇവിടെ കാണുവാൻ സാധിക്കും. ഇന്ന് ഞങ്ങൾ ഉദയൻപേരൂർ പട്ടണത്തിൻ്റെയും ഉദയൻപേരൂർ പള്ളിയുടെയും ചരിത്രമാണ് നിങ്ങളുമായി പങ്കുവച്ചത്. അടുത്ത ഭാഗത്ത് മറ്റൊരു നസ്രാണി പള്ളിയുടെ ചരിത്രവുമായി കണ്ടുമുട്ടാം.